ഞാൻ പറഞ്ഞേ കക്കൂസിൽ പോയിട്ടില്ല മിഞ്ഞാന്ന് പോയി ഏട്ടാ ഓ ചേട്ടന്റെ കഴിവല്ലേട്ടാ. അടപ്പം നമ്മൾ എത്രമാതിരി ചോദ്യത്തിലൊക്കെ പറഞ്ഞു. മാമനൊന്നും ഉണ്ടിട്ടില്ല. 3 ചോദ്യായിട്ടാ ആയില്ലേ? 3 ആയില്ലേ? അപ്പൊ 3 അപ്പൊ ഗൈസ് എത്ര ദിവസമായി? 3 4 ഉണ്ടായിരുന്നോ? ഇജ് 4 അല്ലല്ല, ഞാൻ കൊറച്ച് കഴിയട്ടെ, ഇതൊരു മൊത്തത്തിൽ അടുക്കി തരാം. മറുപടി പറഞ്ഞിട്ട് ചില പ്രശ്നം എന്താന്ന് വെച്ചിട്ട് ഞാനല്ലോ അടാ ഇന്റെ 7-8 ക്വസ്റ്റ്യനായി. ഏട്ടന് പാരമ്പര്യമായിട്ട് ബുദ്ധി ചെയ്യാത്തോട്ട് പിന്നെ കുഴപ്പമില്ല. എന്റെ പാരമ്പര്യത്തിൽ പെട്ടതല്ല ജി. എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ പേര് പിരമിഡ് കാർഡ് ചലഞ്ച്. നമ്മള് ഈ കാർഡ് വെച്ചിട്ട് നമ്മളൊന്ന് പിരമിഡ് ഉണ്ടാക്കും. പക്ഷെ അതായത് നമ്മുടെ ചലഞ്ച് വീഡിയോ ആണ്. ചലഞ്ച് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ വെറും പിരമിഡ് അല്ല നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് വെച്ച് പിരമിഡ് ഉണ്ടാക്കും. അതേപോലെ തന്നെ എനിക്ക് വരും 2 ലെറ്റർ കൊടുക്കും. അതായത് അമ്മ പ. ഇപ്പൊ നമുക്ക് എന്നാ പിന്നെ ഒരു കാര്യമൊക്കെ മാ വേണോ പാ വേണോ? ടാസ്ക് ആണ്. അപ്പൊ മാ ഏതെങ്കിലും അപ്പൊ അപ്പൊ നമുക്ക് പാ കൊടുക്കാം. അപ്പൊ ഞാൻ മാ എടുക്കാം. അതായത് ഈ വീഡിയോന്റെ ഇടയിൽ നമുക്കൊരു 30 ചോദ്യം രണ്ടുപേർക്കും അങ്ങോട്ട് ഇങ്ങോട്ട് ചോദിക്കാം. 30 ചോദ്യം. അതായത് ഈ 30 ചോദ്യം നമുക്ക് ഈ 30 ചോദ്യം എന്ന് പറഞ്ഞാൽ ഇത് ചെയ്യുന്ന സമയത്ത് ഇവരെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 30 ചോദ്യം ചോദിക്കുന്നത്. ഇതിന് കറക്റ്റ് ആ പാ വെച്ചിട്ടും മാ വെച്ചിട്ട് കറക്റ്റ് ഉത്തരം പറഞ്ഞിട്ടില്ലെന്നുണ്ടെങ്കിൽ അവരുണ്ടാക്കിയ പിരമിഡ് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അതിന് ഉത്തരം മറുപടി വന്നിട്ടില്ലെങ്കിൽ നമുക്ക് കുറച്ച് സമയത്തിനുള്ളിൽ ആ പിരമിഡ് അപ്പൊ തന്നെ നമുക്ക് പൊട്ടിച്ച് കളയാം. അപ്പൊ അതാണ് ഈ വീഡിയോന്റെ പ്രത്യേകത. അപ്പോ ഈ 30 ക്വസ്റ്റ്യന് ശേഷം ആർക്കാണ് ഏറ്റവും വലിയ പിരമിഡ് ഉള്ളത് നമുക്ക് നോക്കാം. അവരായിരിക്കും ഇതിന്റെ വിന്നർ. അപ്പൊ ഗൈസ് നമുക്ക് നേരെ വീഡിയോയിലോട്ട് എടുക്കാം. അപ്പൊ ഗൈസ് കാസ് പണം 2 3 അതായത് നമ്മള് 1500 രൂപയാണ് ജയിക്കുന്നവർക്ക് കൊടുക്കാൻ പോകുന്നത്. പൈസ ഇത് കാടല്ലേ കായ്. അപ്പൊ എന്നാലും ചെറുപ്പത്തിലൊക്കെ എത്രയല്ലേ ഇതിൽ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഈ സംഭവം ഈ ദുഃഖ് ഇതിന്റെ പോക്കറ്റിലേക്ക് തോക്ക് ജയിക്കൂലേ. അപ്പൊ ഇപ്പൊ നമുക്ക് ഇത് സുരക്ഷിതമായിട്ട് മാറ്റിയേക്കാം. അപ്പൊ നമ്മള് ഗെയിം എന്താ പറഞ്ഞില്ലേ, നമുക്ക് നേരെ ഗെയിം കയറാം. ഞാൻ നേരത്തെ വിജയിക്കുന്ന ആൾക്ക് എന്ത് കിട്ടുന്നുള്ളത് പറഞ്ഞില്ല, അത് കാരണമാണ് ഇത്. അപ്പൊ നമുക്ക് നേരെ ഗെയിമിലേക്ക് കിടക്കട്ടോ. അപ്പൊ ഗൈസ് നമ്മളാ രണ്ടാൾക്കും കാർഡ് ഇത്രയൊന്നും വേണ്ടില്ല. ആകെ 5-8 ആവശ്യം ഉണ്ടാവുള്ളൂ. ഞാൻ വലിയൊരു സംഭവം താജ്മഹൽ ഉദ്ദേശിച്ചു. നമുക്ക് ഇപ്പൊ തന്നെ ലെറ്റർ സ്റ്റാർട്ട് ചെയ്താലോ? അപ്പൊ ഞാൻ പാ. അവൻ പാ ഞാൻ മാ. അപ്പൊ നമുക്ക് ഇപ്പൊ തന്നെ ലെറ്റർ സ്റ്റാർട്ട് ചെയ്താം. റെഡി സ്റ്റാർട്ട് ഗോ. സ്റ്റാർട്ട് ചെയ്യാം. മോനെ നമ്മള് പല ടൈപ്പ് സാധനങ്ങളുണ്ട്. അല്ല ഞാൻ പറഞ്ഞ് ചോദിക്കാനുള്ള മറുപടി ഇല്ലേ? അപ്പൊ കുഴപ്പമില്ല. ചോദ്യം ആയാലാണ് നമ്മള് മനസ്സിന് ഇതുണ്ടാവുള്ളൂ. ഇത് ശരിക്ക് അച്ഛന്റെ കടേന്റെ എല്ലാവരും ഷോപ്പിന്റെ പഴയതാ. അപ്പൊ ഇപ്പൊ ഉള്ള പിന്നെന്താ? ഈ കാർഡ് പഴയതാണ്, കുറച്ച് മുമ്പ് അടിച്ചാണ്. ഇപ്പോഴും ഉണ്ട്. ഇതുകൊണ്ടാണ് ഞങ്ങൾ
ഇതുകൊണ്ടാണ് ഞാൻ എന്നും ഞം ഞം ഞം. ഇപ്പൊ നേരത്തിന് അതായത് ദിവസം 8 നേരവും ഞം ഞം ഞം. പോരെ. അത് ഇങ്ങനെ വെച്ചിട്ട് തുടങ്ങണോ അതോ സാധനം ഇങ്ങനെ വെച്ചിട്ട് തുടങ്ങണോ? അത് കൺസ്ട്രക്ഷൻ ലെവൽ നിങ്ങൾക്ക് എന്ത് ലെവലും ആക്കാം. ഓക്കെ, അപ്പൊ ഞാൻ അങ്ങനെ ഞാൻ വേറെ രീതി കേട്ടാ, ആയിക്കോട്ടെ. പല പല ടൈപ്പ് വെറൈറ്റി ആയിക്കോട്ടെ. ചിലപ്പോ താജ്മഹലൊക്കെ ആയി വന്ന് അല്ലേ, നമ്മള് വെറൈറ്റി ഉദ്ദേശിക്കുന്നത്. ഞാൻ ഡോറൊക്കെ വെച്ചാലോ ആലോചിക്ക. ഇതൊന്നും ഞങ്ങൾക്ക് ശീലമില്ലാത്തതാ. ഫസ്റ്റ് ടൈം ആണ് ഇതൊക്കെ ചെയ്യുന്നത്. പണിയെടുത്ത് ശീലമില്ലാത്തോണ്ട് മാറി. ആർക്ക് തിന്നൊരു പാവൂല, അത് ചെറുതിനൊന്നും പോവില്ല. അടാ സോറി അല്ല തുമ്പിട്ടേ കീടമേ ഓറ് കളിക്കല്ലേ. അങ്ങനെ ഫോൺ വെക്കാൻ പാടിയട്ടോ, അതേ പറയാം. ഇതൊന്ന് വെക്ക്, എന്നിട്ട് വേണമെങ്കിൽ എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കാം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അല്ല ഔട്ടാവുള്ളൂ. അങ്ങനെ അല്ല ചോദ്യം ചോദിക്കാം. ഇറക്കലേ. എടാ ഞാൻ ഇളക്കി കഴിഞ്ഞ് രണ്ട് കളിക്കുന്നേ. അല്ല എത്ര നിൽക്കുമോ? എടാ മോനെ കഴിവില്ലേ, കഴിവില്ലേ കഴിവേറി. ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുമ്പോ അവരെ കയ്യിൽ എന്തെങ്കിലും കഴിവ് പറ്റും. അപ്പോഴാണ് സുഖം. ഏട്ടാ ഞാൻ ഏട്ടാ ഓ ചേട്ടന്റെ കഴിവല്ല ഏട്ടാ. സമയം കളഞ്ഞോ? ഇതെന്താ കാട് മടക്കാൻ പറ്റൂല? കൺസ്ട്രക്ഷൻ ലെവൽ എങ്കിലും ആക്കാം. കാട് യാതൊന്നും പ്രത്യേകിച്ച് റൂളില് നമ്മളെ കുറച്ച് വെട്ടി ചിലരൊരു വിചാരമുണ്ട് നമ്മുടെ സംഭവം. അല്ല ഇതിന്റെ ഒരിക്കങ്ങനെ പോയിരുന്ന ഞാൻ പാലക്കാട്ടേക്ക് പോയി. ഞാൻ ചോറ് കഴിക്കണട്ടാ, എന്റെ കളയാൻ നിർത്തിക്കോ. മാമനോട് പോയി പറയടാ. മാമ ചേട്ടാ ചോദ്യം മാമീനോട് പറഞ്ഞടാ. ഞാമനോട് മോനെ ഇതിൽ പ്രശ്നമുണ്ടോ? മാത്രം പോയിട്ടിയാ ഇജിന്ന് പോലെ ഞാൻ പോയിട്ടില്ല. എത്ര ദിവസം ഞാൻ 2 ദിവസം ചോദിച്ചിട്ടുള്ളൂ. ഞാൻ 2 ദിവസം 2 ദിവസം ഇതൊക്കെ പറഞ്ഞു മറ്റത്തെ പരിപാടി. അപ്പൊ ക്വസ്റ്റ്യൻ ചോറ കളിക്കരുതാ. ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തോളൂ എത്ര ആയിന്ന്. അത് ചെയ്തതിന് പിഴവ് പറ്റി. ഞാൻ ഉണ്ടാക്കി തുടങ്ങിയിട്ടില്ലേ ഗായ്സ്. നിങ്ങൾക്ക് താജ്മഹൽ കാണണമെങ്കിൽ എന്റെ അടുത്തേക്ക് പോരി. ആർക്കെ ഫാൻസ് ഉള്ളത് നോക്കാം. പിള്ളേരൊക്കെ മുളപ്പാടാ തന്ത വൈബ്സ് ഒക്കെ ആയിരുന്നപ്പോ ഏട്ടൊക്കെ മതി പറഞ്ഞേ. ഏട്ട പ്രായമുണ്ട്. ഈഗോ എത്രയാ പറഞ്ഞേ. എവിടുന്നാലും കാർഡെടുത്താ പോലെ ഈഗോ. അടപ്പം നമ്മൾ എത്രമാതിരി ചോദ്യത്തിലൊക്കെ പറഞ്ഞു. മാമനൊന്നും ഉണ്ടിട്ടില്ല. 3 ചോദ്യായിട്ടാ ആയില്ലേ? 3 ആയില്ലേ? അപ്പൊ 3 3
ചോദ്യം അറിയില്ല. ഞാൻ പറഞ്ഞേ കക്കൂസിൽ പോയിട്ടില്ല. മിഞ്ഞാന്ന് പോയി. മിഞ്ഞാന്നോ? മിഞ്ഞാന്ന് 3 മണിക്ക്. ഈ എപ്പോഴാണ് ഇന്നലെ പോയിട്ടുണ്ടാവൂലേ? പാറപ്പുറത്ത് പോയി. അപ്പൊ ഗൈസ് എത്ര ദിവസമായി? 3 ആ 3 4 ഉണ്ടായിരുന്നോ? ഇജ് 4 ഞാൻ ഇല്ലല്ല. ഞാൻ കുറച്ച് കഴിയട്ടെ, എന്നിട്ട് പോലെ മൊത്തത്തിൽ അടുക്കി തരാം. കഷ്ടപ്പെട്ടുണ്ടാക്കി കാണാൻ പേടിയില്ല. മറ്റേ അല്ല ലുഡോയിലൊക്കെ ഉണ്ടല്ലോ, ആ തലയ്ക്ക് എത്തപ്പെട്ട ഒരു പൊട്ടി പോയി. വേറെ ഗെയിമൊന്നും ഇല്ലാത്ത കൂടി മത്സരം പോയത് പ്രാന്ത്. ഇതിന്റെ കൺസ്ട്രക്ഷൻ കുറച്ച് ഈസിയാണ് മോനെ, സുഖമാണ്. എന്താ എന്റെ പാട്? നല്ല പാട്. ഒരു പ്രാവശ്യം ഉപയോഗിച്ചത് പിന്നെ ഉപയോഗിക്കാൻ പാടില്ല. പാടുണ്ട്. 6 ഇവന് 5. മറുപടി പറഞ്ഞിട്ടില്ല. പ്രശ്നം ഇന്തെന്ന് വെച്ചിട്ട് ഞാനല്ലോ അടാ ഇന്റെ 7-8 ക്വസ്റ്റ്യനായി. ഏട്ടന് പാരമ്പര്യമായിട്ട് ബുദ്ധി ചെയ്യാത്തോട്ട് പിന്നെ കുഴപ്പമില്ല. എന്റെ പാരമ്പര്യത്തിൽ പെട്ടതല്ല ജി. അപ്പൊ ഇപ്പൊ എത്ര ക്വസ്റ്റ്യനായി? ഇന്റെ ഞാനെ പൊട്ടിച്ചു. ഇപ്പൊ എത്ര ക്വസ്റ്റ്യനായി? 8. ചോദ്യം അപ്പൊ എത്ര ക്വസ്റ്റ്യനായി? 10. അതിന് പരമായിട്ടോ ഇതാക്കിട്ട. അവന്റെ ക്വസ്റ്റ്യൻ 10 കറക്റ്റ് 10 തന്നെ ആയി. പിന്നെ ഏകദേശമായി. ഞാൻ അതുമ്പോ നിർത്തിയിട്ട് ഇവനോട് ക്വസ്റ്റ്യൻ മൈ ഐഡിയ. മനസ്സിലായിട്ടില്ല. പക്ഷെ ഏട്ടന് നല്ല കഴിവുണ്ട്. കഴിവേറിയൊന്നല്ല, കഴിവുണ്ട്. അത് ക്വസ്റ്റ്യൻ ആണോ? അഡ് പറഞ്ഞു. വല്ലാത്തൊരു വീരുമ്പോ കളിപ്പിയത്. മറ്റേ പേടി. നമ്മൾ വീണ്ടും ഉണ്ടാകുമെന്നു ചാള കളിയൊക്കെ എല്ലാരും നടക്കൂല. എന്ത് മോനെ, ഇതിൽ കൂടുതൽ ഞാൻ എന്താ പറയാ? പാർത്ത് അപ്പൊ ഏകദേശം 10-20 ഇതായിട്ടാ ക്വസ്റ്റ്യൻ ആയ. ഇനി വെറും 10 ക്വസ്റ്റ്യൻ. ഒന്നുകിൽ ചിന്നെ പൊട്ടിക്കണം, അല്ലെങ്കിൽ അയ്യോ ഇത് വെക്കണോ ഗൈസ്? ഇത് വെക്കണം. ഞാനേ ബേസ് ക്ലിയർ ആക്കാം. സാറ്റിസ്ഫാക്ഷൻ എടുത്തി കഴിയും. അത് വെച്ചാൽ ഒന്നെങ്കിൽ അത് പൊട്ടിത്തകരും. ഈശ്വര വർത്തനം പോലും പറയാൻ പറ്റില്ല ഗൈസ്. എന്റെ ബേസ് നമ്മള് ക്ലിയർ നമ്മളെന്ത് ബേസ് ക്ലിയർ ആക്കണം. സീരിയസ് അവസ്ഥയിൽ കണക്കോ? എന്താ എന്റെ ഭാര്യ പ്രസവിക്കാൻ അതിനെക്കാട്ടി വലിയ കാര്യം. ലാസ്റ്റ് 1 ഒക്കെ റെഡിയല്ലേ? നോക്കാം, ഇങ്ങോട്ട് നോക്കി. ഒക്കെ റെഡിയല്ലേ? പാടത്ത് നോക്കിയിരുന്നു. പ്രാഗലടാ
ദിസ് ഈസ് മൈൻ. ഓവർ കളിക്കണ്ട കുളിക്കുന്നോർന്ന് പറയണ്ട. ഞാൻ അവസാനം പറഞ്ഞെന്താ അറിയോ, വീഡിയോ തീർന്നു ചെക്ക് ചെയ്തോ, വീഡിയോ ചെക്ക് ചെയ്തോ, ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞു. ഇതിൽ പെടറല്ല. അല്ലല്ല, ആയിക്കോട്ടെ സമ്മതിച്ചു. ക്വസ്റ്റ്യൻ കഴിഞ്ഞാ 5 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇത് മറ്റേ കളിയിലല്ല. കഴിഞ്ഞാ ക്വസ്റ്റ്യൻ കഴിഞ്ഞാ എന്റെ ക്വസ്റ്റ്യൻ മൊത്തം കഴിഞ്ഞു. അവൻ ക്വസ്റ്റ്യൻ കഴിഞ്ഞ ഞാൻ എന്താ പറഞ്ഞേ? അല്ല ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടില്ല. ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ കഴിഞ്ഞില്ല. ക്വസ്റ്റ്യൻ കഴിഞ്ഞാ ഇന്ത്യ 10 ഉണ്ട് എനിക്ക്. ഇന്ത്യ ആ പൈസ എടുക്ക്. ഇല്ല പറ്റില്ല. ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ പിരമിഡ് ആരാ അവര് ജയിച്ചു. ഞാൻ ഇപ്പൊ തൊടും. ഒറ്റ ഇത് കഴിഞ്ഞു. അച്ഛൻ പരിപാടി അച്ഛൻ വിളിച്ച് വൃത്തിട്ടാറെ മോനെ വൃത്തിട്ട കേസായി പോയി. അച്ഛന്റെ അച്ചാറ്, അച്ഛന്റെ കാർഡ്. സോറി അച്ഛാ അങ്ങനെ കാട് വൈകാൻ കാണണ്ട. സ്റ്റാറ്റസ് ഉപയോഗിക്കട്ടെ കയ്യേ. അടാ ഞാൻ ഉദ്ദേശിച്ചു ഇത് ഉണ്ടാക്കാനാ ഉദ്ദേശിച്ചു. താജ്മഹൽ താജ്മഹൽ എന്താ ഇവരും വിദ്യാഭ്യാസം താജ്മഹലിന്റെ താജ്മഹൽ വേറെ ഒരു രാജ്യത്താണ്. താജ്മഹൽ ഇന്ത്യയിലല്ല, കാശ്മീരിൽ. കാശ്മീർ എന്തേ കാശ്മീർ ഇന്ത്യയിലല്ല. അവിടെ മജ്ജല്ല അവിടെ വെക്കവര് അവിടെ മജ്ജായിട്ട് വെക്കാൻ പറ്റില്ല. ആ കുരിപ്പൊക്കെ ഉണ്ടാവും അവിടെ. അവിടെ നേരെ മജ്ജ് വീട്ട് ആ കുരിപ്പ് പോകൂലേ. പ്പിക്കണ്ട. അപ്പൊ ഗൈസ് ഈ 3 നോട്ടും എനിക്ക് കിട്ടിയിരിക്കുന്നു. തോറ്റപ്പട്ടിക്ക് തൊലില്ല, തൊലി പൊറിക്കാൻ. നമ്മള് തോൽവിയിൽ നിന്ന് ജയിച്ചു കയറണ നമ്മുടെ ശീലം കണ്ടവർക്കൊക്കെ അറിയാം. നമ്മള് തോൽവിയിൽ നിന്നാണ് വന്നത്. പക്ഷെ ഭൂലോക തോൽവി എടുത്തുള്ളതുകൊണ്ടാണ് ഞാൻ തോറ്റത്. അല്ലെങ്കിൽ നമ്മള് തോക്കുക. അതെ ഗൈസ്, വിജയം പാരിക്കാൻ. അതെ, സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ എനിക്ക് പൂജങ്ങളോട് അഗാധമായ പ്രണയമായിരുന്നു. മനസ്സിലായോ? അതായത് 5ന്റെ മുമ്പിൽ 2 0, 2 0, 5ന്റെ ശേഷം 10. 5ന് മുമ്പ് 2 0 ഭയങ്കര ഇഷ്ട. എനിക്ക് പണ്ട് തൊട്ടേ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ പൂജങ്ങളോട് അഗാധമായ പ്രണയമായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ മത്സരങ്ങളും ഞാനാണ് ജയിക്കാറ്. ഇവന് പൂജങ്ങളോട് പ്രണയമായിരുന്നു. അവസാനം കിട്ടിയ പൂജ മാത്രം ഉണ്ടാവുള്ളൂ, അതിന് മുമ്പ് സംഖ്യകളൊന്നും ഉണ്ടാവില്ല. അതാണ് പ്രശ്നം. എന്താ അറിയോ, മൈനസ് ആണ്. മൈനസ് തന്നെയാണ്. എന്നോ വെട്ടി ഒഴിവാക്കാൻ ടൈം കഴിഞ്ഞു. ഹോസ്റ്റലിൽ ഞാൻ എന്താ അറിയോ, എനിക്ക് പണത്തിനോടൊന്നും വലിയ താല്പര്യമില്ല. ഈ കുറച്ച് ദിവസങ്ങളുള്ളൂ, അതുകൂടി കഴിഞ്ഞാൽ ഗാന്ധിജി പാവാണ്. നല്ല ചോറും ആള് പാവ. മാറി എന്തൊക്കെ പറയുന്നത്. പക്ഷെ ഗാന്ധിജിനോട് ഇഷ്ടമായോണ്ട ഞാൻ പൈസ ഇഷ്ടമായത്. എല്ലാവർക്കും ഗാന്ധിജിനെ വെറുപ്പുണ്ടായിട്ടുണ്ട്. ഞാൻ കുറച്ച് ഫോട്ടോ കൊണ്ടുവരുന്ന എനിക്ക് ഗാന്ധിജിനെ ഇഷ്ടം. പക്ഷെ എനിക്ക് നോട്ടുമെന്റ് ഫോട്ടോ തന്നെ വേണം. അപ്പൊ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ചെറിയൊരു ചലഞ്ച് വീഡിയോ ആയിരുന്നു. പൈസ എവിടെയാടാ?
നമ്മള് ദൊഡി അതിനോട്ടൊക്കെ അഡ്ജസ്റ്റ് ഇന്ന് പോയിട്ട് മന്തി ചെടിയാണ്. അടിക്കാനുള്ളതാണ് ആയിക്കോട്ടിരിക്കട്ടെ. അപ്പൊ ഗൈസ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു കേട്ടോ. ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. മാക്സിമം കുറച്ച് ചലഞ്ച് വീഡിയോസ് നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചലഞ്ച് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടോ. അമ്മയ്ക്ക് ഇന്ന് വരാൻ പറ്റാത്ത കാരണമാണ് ഞങ്ങള് അതെ അതെ അമ്മ ലണ്ടനിൽ പോയിട്ട് വർത്താനം കേട്ട വിളിക്കോ പോയാ അവ നമ്മ ആരൊക്കെ പൊളിച്ചെടുക്കും, അതാണ് പ്രശ്നം. അപ്പൊ അമ്മ ഒന്ന് വരാതായിരുന്നു നമ്മളിത് വീഡിയോ എടുക്കാൻ. അമ്മേനെ ഉൾപ്പെടുത്താൻ ഞാൻ അമ്മയ്ക്ക് ഒരു കട കൊടുത്ത് അമ്മേനെ എവിടെയെങ്കിലും ഇരുത്തിയത്. അപ്പൊ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്, ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ്, ഗുഡ് ആഫ്റ്റർനൂൺ.